ദുരിതാശ്വാസ നിധിയുടെ നിലയെടുത്താൽ മലപ്പുറം പെരിന്തൽമണ്ണയിലെ 10 വയസ്സുള്ള സിയ സഹ്റ, രക്ഷിതാക്കളായ മുഹമ്മദ് നിസാർ, ജസീല എന്നിവർക്കൊപ്പമെത്തി തൻ്റെ സ്വർണ്ണപാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഈ കുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിയാണ്. ഇവിടെ RCCയിലാണ് കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവിടെ ബന്ധപ്പെടുകയും വേഗത്തിൽ തന്നെ മരുന്ന് ആ ഘട്ടത്തിൽ ലഭ്യമാക്കാനും കഴിഞ്ഞു. അത് കുട്ടിയെയും കൊണ്ട് വന്ന രക്ഷിതാക്കൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ദുരന്തബാധിതർക്ക് സഹായവുമായി ധാരാളം കുട്ടികളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. പിറന്നാൾ ദിവസം വസ്ത്രം വാങ്ങാൻ, സൈക്കിൾ വാങ്ങാൻ, ചെറിയ ആഭരണങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തുകകൾ, സമ്മാനമായി ലഭിച്ച തുകകൾ, പിന്നെ കുടുക്കയിലെ സമ്പാദ്യം, ഇതെല്ലാം ദുരിതബാധിതർക്കായി അവർ കൈമാറുകയാണ്. അത്തരത്തിലൊന്ന് മലപ്പുറം തിരൂരിലെ വെട്ടം AHM LP സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഭാവന. അവിടുത്തെ വിദ്യാർത്ഥികൾ കാരുണ്യ കുടുക്കയിലൂടെ സമാഹരിച്ച 3,00,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കുട്ടികൾ നല്ല ശീലങ്ങൾ വളർത്തുന്നതോടൊപ്പം അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വിദ്യാലയത്തിൽ കാരുണ്യ കുടുക്ക എന്ന ആശയം നടപ്പാക്കുന്നു. കുട്ടികൾക്കും അധ്യാപകർക്കുമായി പ്രത്യേക കാരുണ്യ കുടുക്കുകളുണ്ട്. താല്പര്യമുള്ള തുക ഇത് നിക്ഷേപിക്കുകയാണ്. കഴിഞ്ഞ മഹാപ്രളയത്തിലും കോവിഡിലും ഇതേ മാതൃകയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ സംഭാവന നൽകിയിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ ലഭിച്ച സംഭാവനകൾ പ്രത്യേകം പത്രക്കുറിപ്പായി ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇന്ന് രാവിലെ 11 മണി വരെ ആകെ 140,20,65,329 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത്. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലാണ് പൊതുവെ നാട് പ്രതികരിക്കുന്നത്. പൊതുവിൽ മാധ്യമങ്ങളും നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. ആദ്യഘട്ടത്തിലുണ്ടായ പ്രചരണങ്ങൾക്ക് യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലുള്ള മാധ്യമ ഇടപെടൽ ഉണ്ടായത് പ്രത്യേകം ശ്രദ്ധിക്കത്തക്കതാണ്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിൽ നിരവധി മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മാതൃകയായി മാറിയിട്ടുണ്ട്. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഇന്ന് 2,30,000 രൂപയാണ് സംഭാവനയായി നൽകിയത്. ഇന്ന് ലഭിച്ച മറ്റ് സംഭാവനകളെടുത്താൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ 5 കോടി, കോട്ടയം ജില്ലാ പഞ്ചായത്ത് 1 കോടി,
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 1 കോടി, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് 1 കോടി, തിരുവനന്തപുരം ടെക്നോ പാർക്ക് 1 കോടി, ഡെൻ്റൽ കൗൺസിൽ 25 ലക്ഷം, കേരള ഫയർ സർവീസ് അസോസിയേഷൻ 7,26,450 രൂപ, കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ 1 ലക്ഷം രൂപ, തിരുവല്ല കല്ലിങ്കൽ ജീവകാരുണ്യം വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച 50,001 രൂപ, കിളിമാനൂർ പുളിമാത്ത് ടീം കഫ്റ്റീരിയ ജീവനക്കാരുടെ ഒരു ദിവസത്തെ വരുമാനം 25,000 രൂപ, ഇൻഫോ പാർക്ക് 1 കോടി രൂപ, സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 50 ലക്ഷം രൂപ, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 12,80,000 രൂപ, കേരള ഫാർമസി കൗൺസിൽ 25 ലക്ഷം, കയർഫെഡ് 15 ലക്ഷം, സൈബർ പാർക്ക് 10 ലക്ഷം, മുസ്ലിം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഈരാറ്റുപേട്ട 5,11,600, പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം, കരകുളം ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം, ബോണ്ടഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് 25 ലക്ഷം, ഗവൺമെൻറ് ഹൈസ്കൂൾ കാച്ചാണി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് 1,11,500 രൂപ, ഗവൺമെൻറ് UP സ്കൂൾ ആറ്റിങ്ങൽ 52,001 രൂപ, ഗവൺമെൻറ് VHSS മണക്കാട് 1,40,500 രൂപ. അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുകൊണ്ടാണ്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.